2-3 ദിവസമായിട്ടുള്ള മഴ ഇന്നും ഉണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു. നല്ല അടിപൊളി മഴയാണ്. ഇലയെല്ലാം കൊഴിഞ്ഞ് മുറ്റത്ത് കിടപ്പുണ്ട്. തൂക്കാനായിട്ടും വൃത്തിയാക്കാനായിട്ടും ഇറങ്ങാൻ ഒരു നിവൃത്തിയില്ല. കാരണം നല്ല മഴയാണ്. ഇന്ന് രാവിലെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. ഹനുമാൻ കെയറിൻ്റെ സോങ് കേട്ടു. അതേപോലെ കുറച്ച് ന്യൂസ് കണ്ടു. ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കണ്ടു. പാട്ടൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. രാവിലെ ചപ്പാത്തി ആയിരുന്നു. ഉച്ചയ്ക്ക് വേണ്ട കിളിമീൻ ഉണ്ടായിരുന്നു. കിളിമീൻ കറി വെക്കാനായിട്ട് പോവാണ്. ഈ കിളിമീനെ പലയിടത്തും പല പേരിലല്ലേ അറിയപ്പെടുന്നത്. പുയ്യാപ്പിളക്കോര, ചെങ്കലവ, എൻ്റെ നാട്ടിൽ കരുനാപ്പള്ളിലൊക്കെ ചെങ്കലവ എന്ന് പറയും. ഈ പുയ്യാപ്പിളക്കോര എന്ന് കേട്ടിട്ടുണ്ട്. വടക്കോട്ടൊക്കെ പുയ്യാപ്പിളക്കോര എന്നാണ് ഈ മീൻ പറയുന്നത്, കിളിമീൻ പറയുന്നത്. എനിക്ക് ഭയങ്കര അതിശയം തോന്നി, അതെന്താ അങ്ങനെ ഒരു പേര് വന്നേന്ന്. ഈ ഇച്ചിരി കാണാൻ ഇച്ചിരി സുന്ദരനായതുകൊണ്ടാണോ എന്നറിയത്തില്ല ആ ഒരു പേര് വന്നേന്ന് ഓർക്കും. അപ്പോൾ അതേ ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു. ചീര കഴുകിയിട്ട് വെള്ളം വാർന്നാനായിട്ട് വെച്ചപ്പോഴത്തേക്ക് ആ വെള്ളം കണ്ടില്ലേ, ഒരു പർപ്പിൾ കളർ പോലെയൊക്കെ ആയിട്ടുണ്ട്. പണ്ട് നമ്മൾ ചോറ്റുപാത്രത്തിൽ ചോറ് കൊണ്ടുപോകുമ്പം നമ്മൾ ഇങ്ങനെ ചീര, നമുക്ക് അമ്മമാർ ചോറിനകത്ത് ചീര ഇങ്ങനെ ചോറിൻ്റെ പുറത്താണല്ലോ ചീര തോരൻ ഇങ്ങനെ വെക്കുന്നത്. വെച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ ഉച്ചയ്ക്ക് വന്ന് തുറന്നു കഴിയുമ്പം ആ ചോറിനകത്ത് വെള്ള ചോറൊക്കെ അങ്ങോട്ട് പർപ്പിൾ ഒരു പിങ്ക് കളറായിട്ട് മാറും. അത് കാണുമ്പോൾ നമുക്ക് തിന്നാൻ തോന്നും. എനിക്ക് ഈ ചീരയോട് അങ്ങനെയുള്ള ഇഷ്ടം കൊണ്ടാണ് കേട്ടോ ഞാൻ പലപ്പോഴും ചീര വേണം അല്ലെങ്കിൽ ചീര കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത്. സാധാരണ എല്ലാവരും ചീര തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് ഞാനും വെക്കുന്നത്. ഞാൻ ഈ ചീരയുടെ തണ്ടൊന്നും കളയാറില്ല കേട്ടോ. ആദ്യം അതൊന്ന് കടുകിട്ട് ചുവന്നുള്ളി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം, ഒന്ന് പൊട്ടിച്ചതിന് ശേഷം തണ്ടിട്ടൊന്ന് നന്നായിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം അരപ്പിട്ട് കൊടുക്കും. സാധാരണ നമ്മൾ അരയ്ക്കുന്ന പോലെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും അതേപോലെ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളിയും ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് അതൊന്ന് ആ പച്ചച്ചവ മാറുമ്പോഴത്തേനുമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കുന്നത്. ചീര പെട്ടെന്ന് ഇലയാവുമ്പോൾ പെട്ടെന്ന് വാടി കിട്ടുമല്ലോ, നന്നായിട്ട് വാടുന്നത് കൊണ്ട് നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അരപ്പ് മറ്റേ ആ തണ്ടും ഒക്കെ വെച്ചിട്ട് മേളോട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു ചീര അങ്ങ് വെന്ത് കിട്ടും. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. അരിയാനുള്ളൊരു മടിയുള്ളതുകൊണ്ടും അരിയുന്ന ഒരു ഇച്ചിരി കഷ്ടപ്പാടേ ഉള്ളൂ. സൂക്ഷിച്ച് ഇല കേടില്ലാത്ത എല്ലാം നോക്കിയെടുക്കണം, ചെറുതായിട്ട് അരിയണം, അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. കുക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഇന്ന് ചീര എടുത്തപ്പോൾ ഞാൻ ഓർത്ത് തണ്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് നാളെ ചീര അവിയൽ വെക്കുമല്ലോ, ചീരയുടെ തണ്ടൊക്കെ ഇട്ടൊരു അവിയൽ വെക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ഓർത്ത് വേണ്ട, ഇതങ്ങ് തോരൻ വെച്ചേക്കാം, വെച്ചിരുന്നാൽ അതിൻ്റെ ഗുണം പോകുമെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ മീനകത്തുനിന്ന് 2 വറുക്കുകയും ചെയ്തു. പിന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ സ്കൂളിൽ ഇപ്പോൾ +1 ആണല്ലോ അവൾ, ഇപ്പോൾ സ്കൂളിൽ മറ്റേ ഓണം സെലിബ്രേഷൻ 13-ാം തീയതി വരുന്നുണ്ട്. ആൾക്ക് ഇങ്ങനെ ഭയങ്കര ഒത്തിരി ഇങ്ങനെ ട്രഡീഷണലായിട്ടുള്ളതും അതേപോലെ തന്നെ ഒരുപാട് തിളക്കമോ അങ്ങനത്തെ പരിപാടികളൊന്നും ഡ്രസ്സൊന്നും ഇഷ്ടമല്ല. 2 പേർക്കും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവൾ തന്നെ ഒരു ഡിസൈൻ പറഞ്ഞു തരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി തുണി എടുത്തു. സിമ്പിളായിട്ടൊരു ചെറിയ വർക്ക് വരുന്നൊരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ട് വശത്ത് ചെറിയ വർക്കുള്ളതും ബാക്കിൽ പ്ലെയിനായിട്ടും കൊടുത്താൽ മതി എന്നും പറഞ്ഞ് അതിൻ്റെ ഡിസ്കഷനിലാണ് ഞങ്ങൾ. അത് ഏതാണ്ട് തീരുമാനമായി. പിന്നെ ഞങ്ങളതേ ചോറുണ്ണാൻ പോവാണ്. മീൻകറിയുണ്ട്, തോരനുണ്ട്, തൈരുണ്ട്, ചമ്മന്തിപ്പൊടി. ഭയങ്കര ലക്ഷറി ലൈഫാണ്. ഒരുപാട് കറികളുണ്ട്. ഇനി 2 ടൈപ്പ് അച്ചാർ അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മഴ തോർന്നിട്ടില്ല. മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്തും തോർന്നും ഇങ്ങനെ നിൽക്കുകയാണ്. ഇടയ്ക്കൊന്ന് വെയിൽ വരും, ഇങ്ങനെ തോർന്നു വരും. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണം. നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. അതിലേക്കും ബൈ.